ഇലക്ട്രിക്കൽ ആൻഡ് ന്യൂമാറ്റിക് ടോർക്ക് കൺവെർട്ടറാണ്. നമ്മളുടെ ഒരുപാട് നട്ടുകളും കാര്യങ്ങളൊക്കെ മുറുക്കുമ്പോൾ ഏറ്റവും സഹായകരമായിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത്. നമ്മളുടെ ഒരു സപ്ലയറുടെ വീഡിയോ നമ്മളത് ജസ്റ്റ് എഡ്യൂക്കേഷണൽ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇടുന്നേ. ഇത് അവർ നമ്മൾക്ക് അയച്ചെന്ന വീഡിയോ നമ്മളിതിൽ നമ്മുടെ ഇതിലൂടെ ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഇലക്ട്രിക്കൽ ടൈപ്പാണ്. നമ്മൾക്ക് നമ്മുടെ ടോർക്ക് സെറ്റ് ചെയ്ത ശേഷം അത് ആ ടോർക്ക് ടൈറ്റ് ആകുമ്പോൾ ഈ സാധനം നമുക്ക് കറക്റ്റ് മുറുകാകുമ്പോൾ അത് ഓഫ് ആവുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഈ ഇലക്ട്രിക്കലുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് നട്ടുമ്പോൾ ഇത് ശരിക്കും ഹെവി ഇൻഡസ്ട്രീസിലും ഈ പാലം പണിക്കൊക്കെയാണ് ഉപയോഗിക്കുന്നവർക്കൊക്കെ ആയിരിക്കും ഇതിന്റെ ഗുണം ഉണ്ടാവുക. ഇത് ന്യൂമാറ്റിക്കിൽ വർക്ക് ചെയ്യുന്നതാണ്. നേരത്തെ കണ്ടത് ഇലക്ട്രിക്കലാണ്. ന്യൂമാറ്റിക്കിൽ വർക്ക് ചെയ്യുന്നതും ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളുടെ ഇപ്പോൾ വീലൊക്കെ കഴിക്കണ ആ ഐറ്റത്തിനൊക്കെ ഒരുപാട് വലിപ്പവും വൈബ്രേഷനും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. പക്ഷെ ഇതൊക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റം ആണെങ്കിലും അതിൻ്റെയൊക്കെ 10-15 ഇരട്ടി പവറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ സാധാരണ ഒരു ഗറാഷിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് മുതലാവുന്ന കേസാണെന്ന് തോന്നുന്നില്ല. എങ്കിലും ഈ നമ്മുടെ നാട്ടിൽ പണിയെടുക്കാൻ ആൾക്കാരൊക്കെ ഇല്ലാതെ വരുന്ന സാഹചര്യങ്ങളിൽ ഇത്തരം ഹെവി ആയിട്ടുള്ള മെഷീനുകൾ നമ്മൾക്ക് പല രീതിയിലും ഗുണം ചെയ്യും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മുതൽ മുടക്കാൻ തയ്യാറാവണം. കാരണം ടോർക്ക് മൾട്ടിപ്ലയർ ഒക്കെ എൻക്വയറി ഒക്കെ വരാറുണ്ടെങ്കിലും വിലയൊക്കെ കേൾക്കുമ്പോൾ, കാരണം 15, 18, 20, 28 മുകളിലേക്കാണ് അതിന്റെ വില, അതിന്റെ മുകളിലേക്കാണ് ഇരിക്കുന്നത് നോർമൽ ടൈപ്പിൽ തന്നെ. ഇത് മെക്കാനിക്കൽ ടൈപ്പ് ഉണ്ട് കേട്ടോ. സാധാരണ നമ്മുടെ ലേബർ സേവിങ് റേഞ്ച് ഉണ്ടല്ലോ, വീലഴിക്കുന്ന പോലത്തെ റേഞ്ച്, അത് വീലഴിക്കുന്ന റേഞ്ച് ഇതിന്റെ ഒരു പ്രാകൃത രൂപമാണെന്ന് മാത്രം. വില കുറച്ച് 3000 രൂപയ്ക്ക് 4000 രൂപയ്ക്കൊക്കെ തരുന്നത് മാത്രം. അതിന്റെ തന്നെ മെക്കാനിക്കൽ ടൈപ്പ് ഹൈ ക്വാളിറ്റിയിൽ വരുന്ന വളരെ കോമ്പാക്ട് ആയിട്ടുള്ള ഐറ്റംസും ഒക്കെ അവൈലബിൾ ആണ്. നമ്മൾക്ക് കാര്യമായ എൻക്വയറി ഒന്നും വരാറില്ല. ഇനിയാണെങ്കിൽ തന്നെ അതിന്റെ പൈസയൊക്കെ വെക്കുമ്പോൾ ആൾക്കാർ അത് വേണ്ടെന്ന് വെക്കാറാണ്. പക്ഷെ ഇതൊരു വളരെ നല്ല ഒരു നമുക്ക് സഹായകരമായ ഒരു മെഷീനാണ്. കാരണം ഇത് തോൽക്കുന്ന സന്ദർഭങ്ങളൊക്കെ വളരെ വളരെ കുറവാണ്. അപ്പോൾ ഹെവി വർക്ക്ഷോപ്പുകാർക്കൊക്കെ നന്നായി ഉപകാരപ്പെടുന്ന ഐറ്റമാണ്.